So hi guys, welcome to Unlearn Academy. എൻ്റെ പേര് രഞ്ജിത്ത്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രേഡർ ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഡ് സെന്ററിനെ പറ്റിയിട്ടാണ്. എന്തായിരിക്കും ഈ ലീഡ് സെന്റർ എന്ന് പറയുന്നത്? നോർമലി നമുക്ക് ലീഡ്സ് കിട്ടാനായിട്ട് ഒരുപാട് പോസിബിൾ വേസ് ഉണ്ടല്ലേ, നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലീഡ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് പോസിബിൾ വേ ഉണ്ട്. അതിലൊരു പോസിബിൾ വേ ആണ് നമ്മൾ നോർമലി ലീഡ്സിൻ്റെ തൊട്ടപ്പുറത്തെ റിസൾട്ട്സിൻ്റെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഓരോ ലീഡ്സ് ആഡ് ഓൺ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പ്രാവശ്യം വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട്സ് എടുക്കാനും അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാനും ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതിന് പകരമാണ് നമുക്ക് ലീഡ് സെന്റർ എന്നൊരു പ്ലാറ്റ്ഫോം ഫേസ്ബുക്കിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് പ്യൂർലി ഒരു CRM ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ലീഡ് സെന്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ കാണുന്നതാണ് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലീഡ് സെന്റർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റാ ബിസിനസ് സ്റ്റുഡൻറ്റ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മെറ്റാ ബിസിനസ് സ്റ്റുഡൻറ്റിനെ പറ്റിയിട്ട്. സോ അവിടെ നമുക്ക് ഓൾ ടൂൾസിനകത്തും നമ്മളെ ലീഡ് സെന്റർ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ രണ്ടെടുത്താലും ഒരേ പേജിലാണ് എത്തുന്നത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഷോർട്ടായിട്ട് കുഞ്ഞ് ഡിസ്ക്രിപ്ഷനെ കാണാൻ പറ്റും. അത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ മാത്രം മതി. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എത്താൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇൻടേക്ക് കാണാം, അതേപോലെ ക്വാളിഫൈഡ്, കൺവേർട്ടഡ്, അങ്ങനെ ഒരുപാട് സ്റ്റേജസ് കാണാം. ഇപ്പോൾ കറന്റ് എനിക്ക് 3 സ്റ്റേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് 4 സ്റ്റേജസ് അല്ലെങ്കിൽ 5 സ്റ്റേജസ് ഒക്കെ കാണാമായിരിക്കും. സോ ഇവിടെ പ്യുവർലി നമുക്ക് കിട്ടുന്ന ലീഡ്സ്, അതായത് ലീഡ് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ ലീഡ് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലീഡ്സ് എല്ലാം ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഇൻടേക്കിലായിരിക്കും വന്നിരിക്കുക. ഓർഗാനിക് എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലീഡ് ആഡ് ബേസ് ചെയ്ത് തന്നെ വേണമെന്നില്ല, അല്ലാതെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ആഡ് റൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലീഡ് കിട്ടിയാലും ആ ലീഡ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് ലീഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ റൈറ്റ് ടോപ്പിൽ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 രീതിയിലാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഒന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, രണ്ടാമത് നിങ്ങൾക്ക് എക്സൽ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. അത് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഡീറ്റെയിൽസ് നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് കറന്റ് അവിടെ അപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേര് ഇപ്പോൾ എൻ്റെ കൊടുക്കുന്നുണ്ട് രഞ്ജിത്ത് എന്നുള്ളത്. മൊബൈൽ നമ്പർ ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ജസ്റ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൺഫേം ചെയ്യും. ഇപ്പോൾ ഞാൻ മെയിൽ ഐഡിയും കൂടെ കൊടുക്കുകയാണ്. മെയിൽ ഐഡിയും കൂടെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനകത്ത് തന്നെ എൻ്റെ ഒരു ലീഡ് അവിടെ ഇൻടേക്ക് ആയിട്ടുണ്ട്. ലൈക്ക് അത് ഡയറക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും. കാരണം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് ഡയറക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് CSV ഫോർമാറ്റിലായിരിക്കും. ഓൾറെഡി നമ്മൾ അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ടെംപ്ലേറ്റ് നമുക്ക് തരും. നമുക്ക് ഡൗൺലോഡ് ടെംപ്ലേറ്റ് ഓപ്ഷൻ കൊടുക്കാം. ഡൗൺലോഡ് ടെംപ്ലേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു എക്സൽ ഫോർമാറ്റ് അല്ലെങ്കിൽ CSV ഫോർമാറ്റ് നമുക്കൊരു ഫയൽ ഡൗൺലോഡ് ആയി വരും. അതിൽ നമ്മൾ ജസ്റ്റ് അവരുടെ പേര്, അതായത് ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് സീരിയൽ നമ്പർ 1, 2, 3, 4 എടുത്ത് എത്ര കോൺടാക്ട്സ് നമുക്കുണ്ടോ അത്രയും കോൺടാക്ട്സും ഡയറക്റ്റ്ലി അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ സെയിം CSV ഫോർമാറ്റ് നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ഫയൽ കൊടുത്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്റ്റ് ചെയ്താലും സെയിം ഒരു പേജിൽ തന്നെ ആയിരിക്കും ആഡായി വരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ രഞ്ജിത്ത് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ലീഡ്സ് അല്ലാതെ അപ്ലോഡ് ചെയ്താലും ഈ രഞ്ജിത്തിന്റെ താഴെയായിട്ട് ഒരുപാട് ലീഡ്സ് ഇങ്ങനെ ആഡായി വരും. ഇതാണ് പ്യൂർലി ഒരു ലീഡ് സെന്റർ എന്ന് പറയുന്നത്. ഇതിൽ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ എൻ്റെ പേരിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എന്തൊക്കെ അപ്പ് ചെയ്തിട്ടുണ്ടോ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പോർഷനിലായിരിക്കും വന്നിരിക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഒരു നോർമലി ഒരു ലീഡ് ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ലീഡ് ആഡ് ബേസ് ചെയ്ത് ജനറേറ്റ് ചെയ്താലും ഇതേപോലെ രഞ്ജിത്ത് എന്നുള്ള ഒരു പേര് പോലെ തന്നെ ആയിരിക്കും ഓപ്റ്റ് ചെയ്ത് വരിക. അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ അതും മൊബൈൽ നമ്പറും ഡീറ്റെയിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫോമിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ പോപ്പ് ആയി വരും. സോ ഇത്രയുള്ള ഒരു ലീഡ് സെന്റർ ബേസ് ചെയ്തിട്ട്, പക്ഷേ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും. ഫോം ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാമ്പയിൻ ബേസ് ചെയ്തിട്ടോ നമുക്ക് അത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അതാകുമ്പോൾ ക്യാമ്പയിനിൽ കിട്ടിയ ലീഡ്സ് മാത്രം നമുക്ക് ഫിൽറ്റേർഡ് എന്നുള്ള രീതിയിൽ ഇൻടേക്കിൽ വന്നിരിക്കും. അതിലാണെങ്കിൽ ഫോമിന് ബേസ് ചെയ്തിട്ടുള്ള ലീഡ്സ് മാത്രം ഇൻടേക്കിൽ വരും. സോ ഇത്രയും രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ലീഡ് സെന്ററിൽ. പ്ലസ് ഇപ്പോൾ ഞാൻ രഞ്ജിത്ത് എന്നുള്ളൊരു കോൺടാക്റ്റിനെ ലീഡിനെ കോൾ ചെയ്തതിന് ശേഷം അവരൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോളം ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് എന്നുള്ള കോൺടാക്റ്റ് വിളിച്ചപ്പോൾ കൺവേർട്ടഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ രഞ്ജിത്ത് എന്നുള്ളത് എനിക്ക് ഡ്രാഗ് ചെയ്ത് കൺവേർട്ടഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ആഡ് ചെയ്യാം. പ്ലസ് എനിക്ക് ഇവിടെ നോട്ടും എഴുതാം. ഒരു നൈസ് ലീഡ് എന്നുള്ള രീതിയിൽ എനിക്ക് നോട്ടും കൂടെ എഴുതാം. ഇത് ആരൊക്കെ ഈ ഒരു ആക്സസ്, അതായത് ഈ ലീഡ് സെന്റർ ആക്സസ് ഉണ്ട് അവർക്കെല്ലാം ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് മോണിറ്റർ ചെയ്യാൻ പറ്റും ഓരോ ലീഡ്സിൻ്റെയും എന്താണ് സിറ്റുവേഷൻ, അതിൻ്റെ സിനാരിയോ എന്താണ്, ഏത് റൗണ്ടിലാണ് നിൽക്കുന്നത്, ഏത് ലെവലിലാണ്, അത് ക്വാളിഫൈഡ് ആയോ ഇല്ലയോ എന്നുള്ള A-to-Z കാര്യങ്ങൾ നമുക്ക് ഒറ്റ പേജിൽ നിന്ന് കിട്ടും. ഇതാണ് പ്യുവർലി ഫേസ്ബുക്കിൻ്റെ CRM എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ലീഡ്സ് ഉണ്ടെങ്കിൽ ആ ഒന്നിൽ കൂടുതൽ ലീഡ്സ് നമുക്ക് ആഡ് ചെയ്യാം.
ഇല്ല ഈ ഒരു ലീഡ് ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നോട്ട് ക്വാളിഫൈഡ് കൊടുക്കാം. അല്ല നമുക്ക് വേറൊരു സ്റ്റേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഈ ഒരു ലീഡിന് ഒരു ഫോളോ അപ്പ് റിക്വയർഡ് വേണമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേജ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫോളോ അപ്പ് എന്നുള്ള പേരിൽ നമുക്കൊരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഫോളോ അപ്പിൻ്റെ പേജിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഷീറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലോട്ടോ എനിക്ക് ഈ പേര് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ജസ്റ്റ് അതിനെപ്പറ്റി ഒരു നോട്ട് എഴുതാം. ഇത് പോരാണ്ട് നമുക്കിത് അസൈൻ ചെയ്യാം. അതായത് ഇപ്പോൾ എൻ്റെ കോളിൽ അല്ലെങ്കിൽ എൻ്റെ സെയിൽസ് ടീമിൽ ഒരുപാട് ടീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനാണ് അവിടെ അൺഅസൈൻ ആണ്. ഇപ്പോൾ ആർക്കും അസൈൻ ചെയ്തിട്ടില്ല. ബട്ട് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൾട്ടിപ്പിൾ ആൾക്കാരെ എനിക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഈ പേജിൻ്റെയും ഈ ലീഡ്സിൻ്റെയും ആക്സസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പേജിൻ്റെ ആക്സസ് കൊടുക്കാനായിട്ട്. സോ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മൾട്ടിപ്പിൾ ആൾക്കാരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പേജിൽ. സോ അവരെ എല്ലാവരെയും നിങ്ങൾക്ക് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ഇപ്പോൾ എൻ്റെ പേജ് മാത്രമേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജസ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്തതിന് ശേഷം അവിടെ കാണാൻ പറ്റും. ചെയ്തതിന് ശേഷം നമുക്കിപ്പം രഞ്ജിത്ത് എന്നുള്ള ആൾക്ക് എത്ര ലീഡ്സ് ആണ് അല്ലെങ്കിൽ രഞ്ജിത്ത് എന്നുള്ള സെയിൽസ് ടീമിന് എത്ര ലീഡാണ് വന്നിട്ടുള്ളത് അവരുടെ അപ്ഡേറ്റും കാര്യങ്ങൾ എടുക്കാനായിട്ട് അസൈൻ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. രഞ്ജിത്തിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രഞ്ജിത്തിന് എത്ര ലീഡ്സ് ഉണ്ട് അതിൻ്റെ സിനാരിയോ എന്താണെന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഈ രീതിയിലെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ലീഡ് സെൻറ്ററിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇപ്പം നമ്മൾ കാണുന്നത് പൈപ്പ് ലൈൻ വ്യൂ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ കാണുന്നത്. ഇല്ല നമുക്ക് ടേബിൾ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഈ സെയിം പ്രൊസീജിയർ കാണാൻ പറ്റും. സംഭവം കൊള്ളാമല്ലേ? അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ് രഞ്ജിത്ത് ഫ്രം അൺലേൺ അക്കാഡമി.